വെൽക്കം ടു PSC Learn Plus. ഇന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ വീട്ടിൽ നിന്നും വടക്കോട്ട് യാത്ര ആരംഭിച്ചു. പിന്നീട് വലത്തോട്ടും അതിനെ തുടർന്ന് ഇടത്തോട്ടും തിരിഞ്ഞ് യാത്ര തുടർന്നാൽ ഏത് ദിശയിലായിരിക്കും അയാൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്? ഇത് സിമ്പിളാണ്. ഇത് അറിയണമെങ്കിൽ ദിശ മാത്രം അറിഞ്ഞാൽ മതി. ദിശ എല്ലാവർക്കും അറിയാലോ. അതായത് മുകളിലേക്ക് പോകുന്തോറും എന്താണ്? മുകളിലേക്ക് വടക്ക്, അപ്പോൾ താഴെ എന്താണ്? തെക്ക്. ഇനി ഇങ്ങനെയാണെങ്കിലോ ഇങ്ങോട്ട് കിഴക്ക്, ഇവിടെ പടിഞ്ഞാറ്. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ദിശ എടുക്കുന്നത്? ഇനി ഇത് വെച്ചിട്ട് പറയാലോ. ആദ്യം എന്താ ചെയ്തത്? ഒരാൾ ആദ്യം എങ്ങോട്ടാണ് പോയത്? വടക്കോട്ടാണ് യാത്ര തിരിച്ചത്, അല്ലേ? വടക്കോട്ട് യാത്ര തിരിച്ചു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് കേട്ടിക്കോ. അപ്പോൾ വടക്കോട്ട് മുകളിലേക്ക് പോയാൽ വടക്കോട്ട് യാത്ര തിരിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്? ഇടതും വലതുമാണ്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ നിൽക്കുന്ന പൊസിഷൻ ഒന്ന് ആലോചിച്ചിട്ട് ഇടതും വലതും ഏതാണെന്നൊന്ന് ചിന്തിച്ചാൽ മതി, ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. അപ്പം നമ്മൾ ഒന്ന് നേരെ പോവുകയാണെങ്കിൽ, നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ നേരെ പോവുകയാണെങ്കിൽ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ ഇവിടെ തിരിഞ്ഞത്? ആദ്യം വലത്തോട്ട് തിരിഞ്ഞു. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ നേരെ പോകുമ്പോൾ വലത് ഭാഗം ഏതാണ്? നമ്മൾ വലത് കൈ ഏത് ഭാഗത്തേക്കാണ് പോകുന്നതെന്ന് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ വലത്തോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പോയി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചരിഞ്ഞാണ് നിൽക്കുന്നത്, വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. വലത്തോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ തുടർന്ന് ഇടത്തോട്ടേക്ക് തിരിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇടത് കൈ ഏത് ഭാഗത്തേക്കാണ് പോകുന്നതെന്ന്, ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇടത് കൈ വീണ്ടും മുകളിലേക്കാണ് പോവുക. അപ്പോൾ ഇപ്പോൾ ഏത് ദിശയിലാണ് കിടക്കുന്നത്? മുകളിലേക്ക് തന്നെയല്ലേ? മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? വടക്കോട്ട്. അപ്പോൾ ഓപ്ഷൻ സി വടക്കോട്ട് എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താലേ ഇത് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.